ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഇന്ന് നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ എന്നും രാവിലെ ഞാൻ ചിയാ സീഡ് വെള്ളത്തിലിട്ടത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു ഗ്ലാസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്ക് എൻ്റെ 2 ചങ്കുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പൊക്കെ ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അതിന് മുട്ട പൊരിക്കാനായിട്ട് ഉള്ളിയൊക്കെ അരിയായിരുന്നു. അപ്പോൾ അവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനും അച്ചാർ മസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാ അച്ചാറും കുപ്പിയും കൂടെ എടുത്ത് നിരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തമ്മിൽ കൂടിയാൽ പിന്നെ മെയിൻ നടക്കുന്നത് എന്താണെന്ന് പറയണ്ടല്ലോ, ഫോട്ടോഷൂട്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഫാദി വരാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ജസ്റ്റ് ഒരു ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് അവിടുന്ന് വീട്ടിലെത്തുന്ന വരെ ഞാൻ അവനോട് എന്തൊക്കെ നടന്നു, എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ക്ലാസ്സിലുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളെ രണ്ടാളെയും മെയിൻ പരിപാടി. അപ്പോൾ വരുന്ന വഴിക്ക് ഇല്ല കല്ലും പുല്ലൊക്കെ പെറുക്കി ഒന്ന് രണ്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിലെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു. ഒരു ക്രീം ബന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കഴ്സീവ് റേറ്റ് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഹെൽപ്പ് ചെയ്തു. പിന്നെ 2 പെൻസിൽ എടുത്തിട്ട് അമ്മ പെൻസിൽ, കുട്ടി പെൻസിൽ എന്നൊക്കെ പറഞ്ഞ് കളിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കയ്യോടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എഴുതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 ഗസ്റ്റ് വന്നതുകൊണ്ട് തന്നെ ചോറിന് അത്യാവശ്യം കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. കറിയും ഉപ്പേരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ആദ്യമൊക്കെ വെക്കണമല്ലോ. പിന്നെ ഞാൻ വെക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു ഹാഫ് മന്തി ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ അത് കുഞ്ഞാക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ മന്തി ഓർഡർ ചെയ്തത്. കുറച്ച് ദിവസമായി ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലപോലെ പൂതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. അല്ലാതെ ചോറില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ എപ്പോഴും മന്തി ഓർഡർ ചെയ്യുന്ന ആളൊന്നല്ല. എന്താണെന്നറിയില്ല, നാവൊന്നും ഇപ്പോൾ ആദ്യത്തെ പോലെ വഴങ്ങുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ബബ്ബാന്നടിക്കുന്നത്. എന്തായാലും മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായാലും കഴിച്ചിട്ട്. അതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞാക്ക വിളിച്ചിട്ട് ഒരു 9:30 ആകുമ്പോഴേക്ക് ഒരുങ്ങി നിന്നുള്ളതുകൊണ്ട് നമുക്ക് തറവാട്ടി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ആസ്വദിച്ച് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് കുഞ്ഞാക്ക വന്നിട്ടുണ്ടായിരുന്നു. സച്ചുവിൻ്റെ ഇട്ട പാൻറ്റും കൂടെ മാറ്റാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊരു കീറലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ ആരെങ്കിലും കണ്ടോ എന്നറിയില്ല. പോകുമ്പോൾ അത്യാവശ്യം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചക്കറിക്കടയൊക്കെ പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ തുറപ്പിച്ച് കുറച്ച് പച്ചക്കറി വാങ്ങി. കാരണം നാളെ സ്കൂൾക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണല്ലോ. അപ്പോൾ അവർക്ക് കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ എപ്പോഴും ആഗ്രഹം പറയും, പക്ഷേ അത് സ്കൂളിൽ കൊണ്ടുപോയാലും അവർക്ക് കഴിക്കാൻ കിട്ടാറില്ല അത്ര കേട്ടോ. എല്ലാ കുട്ടികളും എടുത്തുകൊണ്ട് പോകുന്നതാണ് പറയാറ്. പക്ഷെ എന്നാലും അവർക്ക് കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ തറവാട്ടിൽ പോയി കുറച്ച് നേരം മനൊക്കെ കണ്ട് സംസാരിച്ചു. അങ്ങനെ കുറച്ച് നേരം തന്നെ നിന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ടെറഫിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വീട്ടിലെത്തിയപ്പോൾ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.